മസാജ് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഏകദേശം 200 ബാത്തൊക്കെയാണ് സ്റ്റാർട്ടിങ്. പിന്നെ പല ടൈപ്പ് മസാജ് ഉണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. അതിനനുസരിച്ച് റേറ്റ് മാറും. ഇവിടെ ഈ മൊബൈലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറുക്കി പിടിച്ചോണം, കാരണം സ്നാച്ചിങ് ഉണ്ട്. എപ്പോഴാണ് ബൈക്ക് കയറുന്നവന്മാർ പിടിച്ച് പറിച്ചുകൊണ്ട് പോകണമെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ജ്യൂസ് കുടിക്കുന്ന കടയൊന്നും കാണാനില്ലല്ലോ. ഇവിടെ ഒരു അമ്പലം, ഗണപതി അമ്പലമോ? ഇവിടെ അമ്പലമൊക്കെ ഉണ്ട്. ഭഗവാന് ജ്യൂസൊക്കെയാണ് കൊടുക്കുന്നത്. ചേട്ടാ ഇവിടെ ഫുൾ മസാജ് പാർലേഴ്സ് ആണ്. പിന്നെ എക്സ്പെൻസിൻ്റെ കാര്യം നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏകദേശം മിനിമം 10,000 താഴെ ബാത്തെങ്കിലും കരുതിയിരിക്കണം. കാരണം വിസ ഓൺ അറൈവലാണെങ്കിൽ ഏകദേശം 2200 ബാത്താണ് ഇപ്പോൾ കറൻ്റ്ലി ആവുന്നത്. പിന്നെ നമുക്ക് എക്സ്പെൻസ് എന്തായാലും വരും. നിങ്ങളൊരു ട്രിപ്പിന് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു 15K ബാത്തെങ്കിലും നിങ്ങൾ കരുതിയിരിക്കണം. ഏകദേശം 15,000 ബാത്തെങ്കിലും. അത് നമ്മൾ ഇന്ത്യൻ കറൻസി കൺവേർട്ട് ചെയ്യുമ്പം ഏകദേശം 38,000 രൂപയാണ് വരുന്നത്. സോ മിനിമം നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ അത്രയെങ്കിലും കരുതിയിരിക്കണം. കാരണം നമ്മൾ അതിലൊരു 2200 ബാത്ത് പോയാൽ പിന്നെ ഒരു 12,800 അത്രയല്ലേ നമുക്ക് കയ്യിൽ വരത്തുള്ളൂ സ്പെൻഡ് ചെയ്യാനും. സോ അതുകൊണ്ട് അത്രയും മിനിമം നിങ്ങൾ കരുതിയിരിക്കണം. പിന്നെ 10,000 ബാത്ത് മിനിമം വേണം. കാരണം അതവർ നമ്മൾ ഇപ്പം ഏത് ലൊക്കേഷൻ, നമ്മളെ കൺട്രിയിൽ നിന്ന് ഏത് ലൊക്കേഷനാണ് ഫ്ലൈറ്റ് തരണമെങ്കിൽ അവരത് ചോദിക്കും. ചില ടൈം ഇവിടെ ഇമിഗ്രേഷനിലും ചോദിക്കും. നമ്മൾ ഫുഡൊക്കെ കിട്ടുന്നൊരു മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. നൈറ്റ് മാർക്കറ്റാണ്, ബട്ട് ഇപ്പോഴേ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഷവർമയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ജ്യൂസ് ഐറ്റംസ്, ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് തായ്ലാൻഡിൻ്റെ മെയിൻ സംഭവം. നല്ല കിട്ടില്ല ഫ്രൂട്ട്സ് കിട്ടും. ഇവിടെ വേറെ കുറേ ഫുഡ് ഐറ്റംസ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ഫുൾ ഒരു ഫുഡിൻ്റെ ഒരു ഏരിയ ആണ്. എല്ലാ വെറൈറ്റി ഐറ്റംസ് കിട്ടും. നമുക്ക് ജ്യൂസ് എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം, കാരണം ഭയങ്കര ചൂട്. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ചേട്ടനും ചേച്ചിയും. നമ്മളിവിടെ ജ്യൂസ് കുടിക്കാൻ വന്നിട്ടുണ്ട്. ചേച്ചി ഹലോ. നമ്മളിവിടെ ഫ്രഷ് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവക്കാഡോ പറഞ്ഞ്, ഒരു വാട്ടർമെലനും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ കഴിയുന്ന ഈ ഷെയ്ക്കും പിന്നെ ഈ ചിക്കനുമാണ്. ഇത് രണ്ടും കൂടി ഏകദേശം ഒരു 110 ബാത്ത് അത്രേ ആയിട്ടുള്ളൂ. ഇത് 50 ബാത്ത്, ഇത് 60. നമ്മൾ അടുത്തതായി കുറച്ച് ഫുഡ് നോക്കുകയാണ്. ഇവിടുത്തെ മെനുവിൻ്റെ പ്രത്യേകത ഉണ്ട്. നമുക്ക് ഫോട്ടോ എങ്ങനെ ഉണ്ടാവും ഫുഡ് ഐറ്റമിൻ്റെ. സോ ഇതാണ് ആ ഒരു ഷോപ്പ്. സ്ട്രീറ്റ് ഫുഡാണ്. നമ്മൾ ജ്യൂസ് മേടിച്ച ഈ ഒരു ഷോപ്പിൽ നിന്നായിരുന്നു. നല്ല ഷെയ്ക്കും ജ്യൂസും ആയിരുന്നു. നമ്മൾ വെറൈറ്റി ഫുഡാണ് നോക്കുന്നത് കൂടുതൽ. നമ്മൾ ഫ്രൈഡ് റൈസ് മേടിച്ചായിരുന്നു. ഇത് ഫിഷ് ഫ്രൈഡ് റൈസാണ്. ഫിഷല്ല, സീ ഫുഡ് ഫ്രൈഡ് റൈസാണ്. പിന്നെ സീ ഫുഡ് സലാഡും മേടിച്ചായിരുന്നു. ചേച്ചി പറഞ്ഞത് ടേസ്റ്റ് ഉണ്ടെന്നാണ്. ചേച്ചി ടേസ്റ്റ് ഉണ്ടോ? ചേട്ടാ കഴിച്ചു നോക്കൂ. കഴിക്കുന്നില്ലേ? കഴിച്ചു നോക്കൂ. നമ്മൾ കഴിച്ചു നോക്കാം. ഒരു സ്പൂണ് കയറാമോ ചേച്ചി? സ്പൂണ് മതി. സ്പൂൺ നമുക്കൊന്ന് കഴിച്ചു നോക്കട്ടെ. റൈസിൽ വരാം സീ ഫുഡിൻ്റെ ആ ഒരു ഫ്ലേവറിങ് ഉണ്ട്. അതായത് ഫിഷിൻ്റെയൊക്കെ ഒരു ഫ്ലേവറിങ്. A few moments later. സോ ഗൈസ്, നമ്മളിവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്.
സിംബാസിയുടെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇതൊക്കെയാണ്. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഉണ്ടോ? നല്ല വെറൈറ്റി ഉണ്ട്. ബട്ടർഫ്ലൈ ഉണ്ട്. ഇത് ഒറിജിനൽ ബട്ടർഫ്ലൈനൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കും അവർ. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ 140 ബാത്ത്, ഏകദേശം 260 രൂപയൊക്കെ വരത്തുള്ളൂ നാട്ടിൽ. ഇവിടെ കുറച്ച് പ്രതിമകളുണ്ട്, ബുദ്ധയുടെ സ്റ്റാച്യൂസും സംഭവങ്ങളും. ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റാണ്. കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട്. ഈ ബൗളും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ. ഇത് ഫ്രൂട്ട്സിൻ്റെ ഡമ്മീസാണ്, മാംഗോ. പിന്നെ ഒത്തിരി സോവറിൻസ് ഉണ്ട് ഇവിടുത്തെ. ഇങ്ങനത്തെ കീ ചെയിൻസ് ആണ്. ഓരോ സെറ്റാണ്. തായ്ലാൻഡിലെ മെയിൻ ഒരു സംഭവമാണ് ആനയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആനക്കൊമ്പ് ആരെങ്കിലും വിൽക്കാൻ വന്നാലും മേടിക്കില്ല എന്ന് എയർപോർട്ടിലേ എഴുതി വെച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇൻ കേസ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അവിടെ ജയിലിൽ കിടക്കും. അതെല്ലാം അവിടെ എയർപോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒത്തിരി ഐറ്റംസ് ഉണ്ട്. നമുക്കിനി അടുത്ത ഷോപ്പിലോട്ട് പോവാം. ചേച്ചി എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് വേറെ എവിടെയോ പോയി. അടുത്ത ഷോപ്പിലോട്ട് പോവാം. ഇത് നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പല്ലിൽ തൊട്ടാത്തായിരുന്നത് അറിയാൻ പറ്റത്തില്ല നമുക്കത് ഏതാണ്. ഓരോ ടൈം ഓരോ പല്ല്. കടിച്ച് ഇവിടുത്തെ കപ്പ് ഐറ്റംസ് സംഭവങ്ങൾ. പിന്നെ ബാഗ്, പിന്നെ കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് അങ്ങനെയുള്ളത്. ഇത് ടീഷർട്ട് സംഭവങ്ങൾ. ചേച്ചി ഈ ടീഷർട്ട് കൊള്ളാം. എന്തായാലും ഇതെടുക്കാമല്ല. നിങ്ങളോ ഫ്രണ്ട്സ്? നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ളൊരു മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഈ പെയിൻറ്റിങ് ഒക്കെ കണ്ടു, ഭയങ്കര ലൈഫുള്ളതായിട്ട് തോന്നുന്നൊരു പെയിൻറ്റിങ്. ഇവിടെ അത്യാവശ്യം സാധനങ്ങളെല്ലാം വിലക്കുറവാണ്. പിന്നെ ബാർഗെയിൻ ചെയ്യാം. ബാർഗെയിൻ ചെയ്ത് മേടിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഒരു വെറൈറ്റി ഐറ്റംസാണ്. സോവറിൻസ് ആണ് തായ്ലാൻഡിൻ്റെ. ഇവിടെ ഒത്തിരി സാധനങ്ങൾ ഷോപ്പാണ്. കൂടുതലും ഡ്രസ്സ് കടകളാണ്. ഡ്രസ്സ് ബ്രാൻഡഡിൻ്റെ കോപ്പിയൊക്കെയാണ്. You can say hello, but I don't need you to like me. Don't need you to like me. Don't need you to like. You can watch me go, 'cause I don't need you to like me. Don't need you to like me. Don't need you to like. You can say hello, but I don't need you to like me. Don't need you to like. A few moments later. So guys, അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ഉള്ളു വന്നിട്ടുണ്ട്. ഇതാണ് മോള്. ഇതിൻ്റെ പേര് സെൻട്രൽ എന്നാണ്. സെൻട്രൽ ഫെസ്റ്റിവൽ ആണ് പറയുന്നത്. സോ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പുറത്ത് ഒത്തിരി ഷോപ്പുകളുണ്ട്. എനിക്കിവിടെ ഒരു വെറൈറ്റി ഷോപ്പ് കാണിച്ചുതരാം. നമ്മളെ നാട്ടിൽ ഇതാണ് ആ വെറൈറ്റി ഷോപ്പ്. ഇതെന്താണ് ഇരിക്കുന്നതെന്നുണ്ടോ? ക്രോക്കഡൈലിൻ്റെ മീറ്റ് കിട്ടുന്ന ഷോപ്പാണ്. ഗ്രിൽഡ് ആളിരുന്ന് കറങ്ങുന്നുണ്ടാ ഫുള്ളായിട്ട്. തലയൊക്കെ വെച്ചിരിക്കുന്നുണ്ടാ. ഓ വെറൈറ്റി. ഓ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നു. ഗ്രിൽഡ്. ചേച്ചി കഴിക്കുന്ന ഗ്രിൽഡ് ക്രോക്കഡൈൽ കഴിക്കുന്ന വെറൈറ്റിയാണ് ഗ്രിൽഡ് ക്രോക്കഡൈൽ. സൈസ് സ്മോൾ 200, 300, 400.
റിയൽ ക്രോക്കഡൈൽ. ഈ ക്രോക്കഡൈൽ കഴിക്കണമെന്നുമുണ്ട്, എന്നാൽ കാണുമ്പം കഴിക്കണ്ടെന്നും തോന്നുന്നു. ഇത് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നു, ഇതൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നില്ല. അതാണ് പ്രശ്നം. Too close to the sun, 'cause you're gonna get burned. Yeah, you're gonna get burned. Burned. Yeah, you're gonna get burned. ഇപ്പോൾ ചേച്ചി ഇതാ ക്രോക്കഡൈൽ കഴിച്ചിരിക്കുന്നു. ചേച്ചി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. കുറച്ച് തിക്ക മീറ്റാണെന്ന്, കട്ടിയുണ്ടെന്ന്. ഓക്കെ. സൂഷിയാണ്, ക്രാബ്. പീസ് 10 ബാത്താണ്. നമ്മളത് മേടിച്ചിട്ടുണ്ട്. അവിടെ 5. ഇത് സാൽമൺ ഫിഷിൻ്റെ എഗ്ഗാണ്. യെസ്, നമ്മളതും ട്രൈ ചെയ്യാൻ മേടിച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചക്കപ്പഴമാണ്. ഷുഗർ വെച്ചിരിക്കുന്നുണ്ടോ അവർ? എല്ലാ ഫ്രൂട്ട്സാണ്. ഇത് യൂറിയൻ ഹോട്ടൽസിലൊന്നും ഇത് ചിക്കൻ വിങ്സ് അങ്ങനെയുള്ള. കുറച്ചപ്പുറത്തോട്ട് പോകുമ്പോഴാണ് വെറൈറ്റി സാധനങ്ങൾ കാണുന്നത്. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവാം. ഇതൊക്കെ കിഡും അങ്ങനെയുള്ള സംഭവങ്ങൾ വെറൈറ്റി ഇതായി ഇവിടെയാണ് ഗായ്സ്. ഇത് കണ്ട ചെറു തവളേനെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് വലിയ തവള. ഇത് വരുമ്പോൾ നമ്മുടെ തേള് സ്കോർപ്പിയൻ അതിനാണ് വെച്ചേക്കുന്നത്. ഇത് ക്രിക്കറ്റ് വിട്ടിൽ പ്ലീസ് ഡോണ്ട് ടച്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആര് തൊടാൻ പോകുന്നു? ഇത് പുഴു, ഇതും ക്രിക്കറ്റ്. സോ ഇതിനെയൊക്കെ ഇവിടെ ആൾക്കാർ കഴിക്കുന്നുണ്ടോ? ഇത് സ്പൈഡർ എന്ന് പറയുന്ന എന്തോ ഒരു വിട്ടിലാണ്. സ്പൈഡർ അല്ല, മറ്റേ 8 കാലിയല്ല, എന്തോ ഒരു വിട്ടിൽ ടൈപ്പ് സാധനമാണ്. $200 പ്രോൺസ്. Without a hand, it's make or break. When you never did stand a chance. Tell me so. Hi. Aroy. Yeah. This one pork? Pork. Okay. Actually, echo. Ha ha. ഒരു സായിപ്പം അതേമയും കൂടെ ഇവിടുന്ന് പോർക്ക് മേടിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല കാറ്റടിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ആ മോള്. ഈ മോളിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ ഔട്ട്ലെറ്റുകളെല്ലാം വന്നിരിക്കുന്നത്, ഈ ചെറിയ ചെറിയ ഷോപ്പുകൾ. വളരെ നല്ലൊരു കാര്യമാണ്. ഇവിടുത്തെ കുറച്ച് പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ അവർക്ക് ബിസിനസ് ചെയ്യാനുള്ളൊരു അവസരം ഈ ഒരു മോളിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ ചെയ്തു കൊടുത്തിരിക്കണം. വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അവിടെയും ആ സൈഡിലെല്ലാം ഷോപ്പുകളുണ്ട്. A few moments later. നമ്മൾ സെൻട്രൽ പട്ടായം മോളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇതാണ് മോളിൻ്റെ അകത്ത് ഒരു വ്യൂ. ഇവിടെ നല്ല ക്രെഡിലും ബ്രാൻഡ്സുകളെന്നാണ് പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിപ്പം അടുത്ത ഷോപ്പിംഗ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
come, you